വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. +2 ഫിസിക്സിൻ്റെ ചാപ്റ്റർ 2 ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡ്യൂ ടു പോയിന്റ് ചാർജ് എന്ന് പറയുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ഡെറിവേഷൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ പിന്നീട് ചെയ്യുന്നതായിരിക്കുമെന്ന്. അപ്പോൾ അതിൻ്റെ ഡെറിവേഷനുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത്. ഇവിടെ നമ്മൾ 2 പോയിന്റ് എ ബി എന്ന് മെൻഷൻ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഡിസ്റ്റൻസ് 6, എ ടു പി വരെയുള്ള ഡിസ്റ്റൻസ്, പി മീൻസ് ഇൻഫിനിറ്റി വരെയുള്ള ഡിസ്റ്റൻസ് ആണ് കാണിച്ചിരിക്കുന്നത്. അതിൻ്റെ ഡിസ്റ്റൻസ് എക്സ് എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഡെറിവേഷൻ പ്രൂവ് ചെയ്യാൻ പോവാണ്. ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ E = 1/4πε0 Q/x² ആണ്. നമുക്കറിയാം E = 1/4πε0 Q/r² ആണ്. ഇവിടെ ഡിസ്റ്റൻസ് എക്സ് ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, Q/x² എന്ന് കൊടുക്കുന്നു. വേർ d ω = -E.dx. ഇനി ഇവിടുന്ന് ഒമേഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ്റഗ്രൽ ഇൻഫിനിറ്റി ടു r -E.dx എന്നാക്കുന്നു. ഇനി ഇക്ക് എന്ത് ചെയ്യുന്നു, നമ്മൾ ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. ഇൻ്റഗ്രൽ ഇൻഫിനിറ്റി ടു r -1/4πε0 Q/x² dx. അടുത്ത സ്റ്റെപ്പിൽ ന്യൂമറേറ്ററിലുള്ള ഈ മൈനസ് ക്യൂവിനെ വെളിയിലോട്ട് കൊണ്ടുവന്നു, ഡിനോമിനേറ്ററിലുള്ള 4πε0യും വെളിയിലോട്ട് കൊണ്ടുവന്നു. അപ്പോൾ എങ്ങനെ വരും നമ്മളുടെ ഇക്വേഷൻ? -Q/4πε0 ഇൻ്റഗ്രൽ ഇൻഫിനിറ്റി ടു r, പിന്നെ ഇവിടെ എന്തൊക്കെയുള്ളൂ, 1ഉം x², 1/x² dx. ഓക്കെ, അടുത്ത സ്റ്റെപ്പിൽ -Q/4πε0 അതേപോലെ തന്നെ അവിടെ ഇട്ടു. ഇൻ്റഗ്രൽ ഇൻഫിനിറ്റി ടു r, നമുക്ക് ഈ 1/x² എങ്ങനെ എഴുതാം? ഇതാ ഇവിടെ കൊടുത്തിട്ടുണ്ട്. 1/x² നമുക്ക് ഈ x² ന്യൂമറേറ്ററിലോട്ട് കൊണ്ടുപോകാം. അപ്പോൾ 1 × x⁻² എന്നാവും. 1 × x⁻², x⁻². അപ്പം ഈ x⁻² മേളിൽ ചെല്ലുമ്പോൾ എന്താവും, x⁻² ആവും. അത് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. -Q/4πε0 ഇൻ്റഗ്രൽ ഇൻഫിനിറ്റി ടു r x⁻² dx. ഇനി വേണം ഈ x⁻²ൻ്റെ ഇൻ്റഗ്രൽ എടുക്കാൻ. ഇൻ്റഗ്രൽ x⁻² എന്ന് പറഞ്ഞാൽ നമുക്കറിയാം x⁻1/-1 ആണ്. അപ്പോൾ അവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. -Q/4πε0 x⁻1/-1 ഇൻ്റഗ്രൽ ഇൻഫിനിറ്റി ടു r, അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും അപ്ലൈ ചെയ്യുന്നു. -Q/4πε0 -1/x, അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ്. അതായത് ഇവിടെ x⁻1/-1 ആണ്. അത് നേരെ തിരിച്ചിട്ട് 1/x ആകുന്നു. അതായത് ഈ -1 മേളിൽ പോകുമ്പോൾ -1 ഡിവൈഡ് ബൈ x⁻1 താഴെ വരുമ്പോൾ അതിൻ്റെ പവർ x⁻1 ആവുന്നു. -1 എന്നുള്ളത് x⁻1 ആവുന്നു. അപ്പോൾ ഇവിടെ ലിമിറ്റ് തിരിച്ചിടുന്നു. അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റിലും ലോവർ ലിമിറ്റ് അപ്പർ ലിമിറ്റിലും. ഇൻഫിനിറ്റി ടു r എന്നുള്ളത് r ടു ഇൻഫിനിറ്റി ആയിട്ട് മാറുന്നു. പിന്നീട് വീണ്ടും ഈ മൈനസും കൂടെ ഒരുമിച്ച് വെളിയിലെടുത്ത് എഴുതുന്നു. മൈനസ് എന്താവുന്നു, പ്ലസ് ആവുന്നു. +Q/4πε0 ഇൻറ്റു ഇവിടുത്തെ മൈനസ് വെളിയിലോട്ട് കൊണ്ടുപോയതുകൊണ്ട് ഇവിടെ 1/x മാത്രമേ ഉള്ളൂ. ഇൻഫിനിറ്റി ടു r എന്നുള്ളത് നമ്മൾ തിരിച്ചിട്ട് r ടു ഇൻഫിനിറ്റി ആക്കിയായിരുന്നു. അപ്പോൾ എന്ത് വരും, Q/4πε0 1/x r ടു ഇൻഫിനിറ്റി. അതിനുശേഷം Q/4πε0 അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ലോവർ ലിമിറ്റ് മൈനസ് അപ്പർ ലിമിറ്റ് ആണ്. ഈ എക്സിൻ്റെ സ്ഥാനത്ത് ആദ്യം ലോവർ ലിമിറ്റായ r ഇട്ട് കൊടുക്കുന്നു, മൈനസ്, പിന്നീട് എക്സിൻ്റെ സ്ഥാനത്തായ അപ്പർ ലിമിറ്റ് ഇട്ട് കൊടുക്കുന്നു. 1/r - 1/∞. Finally, we have to derive the expression for electric potential due to a point charge is omega = 1/4πε0 Q/r എന്ന് കിട്ടുന്നു.